സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സ്വാലിഹ്, മലപ്പുറത്തെ സംബന്ധിച്ച് ഈ ലീഗ് കോട്ടകൾ സംരക്ഷിച്ചു തന്നെയാണോ നഗരസഭകളും ഒക്കെ മുന്നോട്ട് പോകുന്നത്, ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ നോക്കിയാൽ? തീർച്ചയായും മലപ്പുറം ജില്ലയിൽ UDF ഒരു നിമിഷം സ്വാലിഹ്, ഈ സമയത്ത് കോഴിക്കോട് കോർപ്പറേഷൻ കൂടി നോക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ്. അവിടെ LDF കുറെക്കൂടി മെച്ചപ്പെട്ട ലീഡിലേക്ക് വരുന്നുണ്ട്. മനു, LDF 17 ഇടത്ത് ലീഡ് ചെയ്യുന്നു, UDF 13 ഇടത്ത് ലീഡ് ചെയ്യുന്നു, NDA 7 ഇടത്ത് ലീഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ നിയാസ് തോറ്റ കാര്യം പറഞ്ഞില്ലേ, അത് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയാണ് തോറ്റ് BJP ജയിച്ചത്. BJP അവിടെ 7 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കോർപ്പറേഷൻ ലീഡ് നിലയിൽ കോഴിക്കോട് ഇപ്പോൾ LDFന്റെ അക്കൗണ്ടിലാണ് ലീഡ്, 17 ഇടത്ത് ലീഡ് ചെയ്യുന്നു. സ്വാലിഹ് പൂർത്തിയാക്കും. മലപ്പുറം നമ്മൾ 6 ജയിച്ചു. സ്വാലിഹ്, മലപ്പുറം. സ്വാലിഹ് കേൾക്കാമോ? തീർച്ചയായും മനു, മലപ്പുറം ജില്ലയിൽ SP ദീപക് തിരുവനന്തപുരത്ത് പേട്ട വാർഡിൽ ജയിച്ചു, ഡിവിഷനിൽ ജയിച്ചു എന്ന വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഏറ്റവും പുതിയ തിരുവനന്തപുരം കോർപ്പറേഷൻ പേട്ട ഡിവിഷനിൽ SP ദീപക് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ശക്തമായ മത്സരമുണ്ടായിരുന്ന ഒരു വാർഡാണ്. വളരെ ഈ പ്രാദേശിക തലത്തിലൊക്കെ സ്വാധീനമുള്ള സ്ഥാനാർത്ഥികളും ഒക്കെ എന്നൊക്കെയുള്ള വിശേഷണങ്ങളൊക്കെ പ്രചാരണ സമയത്ത് കേട്ടു. പക്ഷേ മുൻതൂക്കം അത് SP ദീപകിനുണ്ടായിരുന്നു. അത് നിലനിർത്തി ഒടുവിൽ അത് വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. പേട്ട LDFന് പേട്ട ഡിവിഷൻ എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരസഭയിൽ. അതുപോലെ തന്നെ സ്വാലിഹ് അവിടെ ഉണ്ടെന്നറിയാം. തൃശ്ശൂരിന്റെ കാര്യം കൂടി നോക്കാം. ആകെ 56 ആണ്. അതിൽ LDF 14 ഇടത്ത് ലീഡ് ചെയ്യുന്നു, UDF 25 ഇടത്ത് ലീഡ് ചെയ്യുന്നു. മെച്ചപ്പെട്ട മാർജിൻ ഉണ്ട്. NDA 6 ഇടത്ത് മാത്രമാണ് എന്നതുകൂടി. കണ്ണമൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ വിജയിച്ചു 373 വോട്ടിന് എന്ന വിവരം കൂടി ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വരികയാണ്. ശ്രീകണ്ഠേശ്വരം വാർഡിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. അതുപോലെ കൊച്ചി കോർപ്പറേഷനിൽ ഈ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും ഇപ്പോൾ UDF വിജയം വന്നു തുടങ്ങിയിരിക്കുന്നു. തമ്മനം, പുതിയ റോഡ് ഡിവിഷനിലൊക്കെ അവർക്ക് വിജയം. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 10 ഇടത്ത് UDFും 7 ഇടത്ത് LDFും ലീഡ് ചെയ്യുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അത് UDFനെ സംബന്ധിച്ചൊരു വലിയ മാറ്റം തന്നെയാണ് എന്നുള്ളത് കൂടിയുണ്ട്. രസകരമായ കാര്യമുണ്ട്. കോട്ടയത്ത് റോബിൻ ബസ് ഉടമ ഗിരീഷ് തോറ്റു എന്ന വിവരം കൂടി വരുന്നുണ്ട് കേട്ടോ. മേലുകാവ് പഞ്ചായത്തിൽ 8ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലെ ഒരാളായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു റോബിൻ ബസ് ഉടമ തോറ്റിരിക്കുന്നു. അതുപോലെ കൊച്ചി കോർപ്പറേഷൻ ചക്കാമടം ഡിവിഷനിൽ LDFന് ജയം എന്നതുകൂടിയുണ്ട്. അപ്പോൾ അത്തരം വിവരങ്ങൾ. സ്വാലിഹ്, മലപ്പുറം. തിരൂർ, താനൂർ നഗരസഭകളിൽ UDF ഭരണം ഉറപ്പിച്ചിട്ടുണ്ട്. തിരൂരിൽ 21 ഇടത്ത് 40 ഡിവിഷനിൽ 21 ഇടത്തും UDF വിജയിച്ചിരിക്കുന്നു. മഞ്ചേരി നഗരസഭ വലിയ മത്സരം നടന്ന നഗരസഭയാണ്. അവിടെ 14 വാർഡുകളിലും UDF വിജയിച്ചിട്ടുണ്ട്. 7 വാർഡുകളിലാണ് നിലവിൽ LDF ജയിച്ചിട്ടുള്ളത്. മേലാക്കം വാർഡിൽ BJP സ്ഥാനാർത്ഥി, നേരത്തെയും BJP സ്ഥാനാർത്ഥി ജയിക്കുന്ന വാർഡാണ്, അവിടെ വിജയിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയാണ് ഏതാണ്ട് 34 വർഷമായി LDF ഭരണമുള്ള പെരിന്തൽമണ്ണയിലും UDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 13 ഡിവിഷനിലും UDF ലീഡുണ്ട്. LDF 6 ഇടത്താണുള്ളത്. പൊന്നാനി LDFനൊപ്പം തന്നെയാണ്. പൊന്നാനിയിൽ LDF തന്നെയാണ് വലിയ ലീഡിൽ ഇപ്പോഴും നിൽക്കുന്നത്. ശരി, പൊന്നാനിയാണ് LDFനെ സംബന്ധിച്ച്. അപ്പോൾ PM നിയാസ് 3ാം സ്ഥാനത്താണ് എന്നതുകൂടിയുണ്ട്. കോൺഗ്രസ് നേതാവ് PM നിയാസ് കോഴിക്കോട് കോർപ്പറേഷനിൽ തോറ്റപ്പോൾ തന്നെ അത് 3ാം സ്ഥാനത്തായി പോയി എന്നതുകൂടിയുണ്ട്.